ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി അധ്യായം 10 ഭാഗം 2. മന്ദര അവർക്ക് നൽകിയ ഉപദേശം കൈകേയി മനസ്സിൽ സൂക്ഷിച്ചു. തൻ്റെ കഠിനമായ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പായി ഭർത്താവിൽ നിന്നും സത്യം ചെയ്തുകൊണ്ടുള്ള ഒരു വാഗ്ദത്തം തനിക്ക് ലഭിക്കേണ്ടതാണെന്ന് അവർ തീരുമാനിച്ചു. അവർ അദ്ദേഹത്തിൽ വശീകരണവുമായ രീതിയിൽ പ്രേമപ്രകടനം നടത്തി. കണ്ണിൽ നിന്നും ബാഷ്പം തുടച്ചു കളഞ്ഞു. അവരുടെ വശീകരണ ശക്തിയിൽ അത്രയും അടിമത്തത്തിലകപ്പെട്ട അവരുടെ ആകർഷണതത്വങ്ങളാൽ അനുരാഗം ഉദ്ദീപിപ്പിക്കപ്പെട്ട രാജാവിൻ്റെ കൈകളിൽ അവർ മുറുകെ പിടിച്ചു. അവർ പറഞ്ഞു, പ്രഭോ, എനിക്ക് ആരുടെ നേരെയും വിദ്വേഷമില്ല. ഒരാളും എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നെ ആരും അപമാനിച്ചിട്ടുമില്ല. പക്ഷേ എനിക്ക് വളരെ കാലമായി വളർത്തിയെടുത്ത ഒരാഗ്രഹമുണ്ട്. അതെനിക്ക് നൽകാതെ നിവർത്തിയില്ല. ആ ആഗ്രഹം പൂർത്തീകരിക്കാമെന്ന് സത്യം ചെയ്താൽ ആ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറയും. തൻ്റെ മുഖത്ത് തത്തിക്കളിക്കുന്ന ഒരു പുഞ്ചിരി കൊണ്ട് അവർ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു. ദശരഥനും പ്രതികരണം എന്ന നിലയിൽ മന്ദസ്മിതം ചെയ്തു. അവളുടെ നേരെ സ്വല്പം ചരിഞ്ഞിരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹേ വിഡ്ഢിയായ രാജ്ഞി, ഈ ഒരു നിസ്സാരമായ കാര്യത്തിന് നിനക്ക് ഇത്രയും ക്രോധം പ്രകടിപ്പിക്കുകയും ഇത്രയും ഉത്കണ്ഠയുണ്ടാക്കുകയും മനസ്സിന് ഇത്രയും തീവ്രമായ വേദന അനുഭവിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? ഇത് കേൾക്കൂ. സ്ത്രീകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ നീയാണ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ രാമനും. നിങ്ങൾ എൻ്റെ നിശ്വാസമാണ്. നീ ഇത് നല്ലവണ്ണം അറിയുന്നില്ലേ? നിന്നെയോ അവനെയോ കണ്ട് ആനന്ദിക്കാതെ എനിക്ക് ഒരൊറ്റ ദിവസം പോലും ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ രാമനെ സാക്ഷിയാക്കി സത്യം ചെയ്യുന്നു. നിൻ്റെ ആഗ്രഹം എന്താണെന്ന് പറയുന്നു. ഞാൻ വീഴ്ച വരുത്താതെ അത് നിറവേറ്റും. അദ്ദേഹം ഇപ്രകാരം സത്യം ചെയ്തപ്പോൾ അവളുടെ 2 കൈകളും അദ്ദേഹത്തിൻ്റെ കൈകളിൽ വച്ചു. അവൾ ആനന്ദം കൊണ്ട് മതിമറന്ന് എഴുന്നേറ്റിരുന്നു. അദ്ദേഹം ഗുണകാംക്ഷിയായി മാറിക്കഴിഞ്ഞതിൽ അവൾ സന്തോഷിച്ചു. അദ്ദേഹത്തിൻ്റെ നേരെ പൂർവാധികം പ്രേമം പ്രകടിപ്പിക്കുകയും ചെയ്തു. കൈകേയി ചോദിച്ചു, രാജാവേ, അങ്ങ് രാമൻ്റെ പേരിൽ സത്യം ചെയ്തിരിക്കുന്നു. രാമൻ ഈ സത്യത്തിന് സാക്ഷിയാണ്. ഇത് സത്യമാണോ? അവൾ സ്വന്തം നില ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 2 വിധത്തിൽ സുരക്ഷിതമാക്കി. അങ്ങ് സത്യത്തിൻ്റെ ഉപാസകനാണ്. അങ്ങ് ധർമ്മനിഷ്ഠരിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ്. അങ്ങേക്ക് സാർവഭൗമന്റെ പ്രാബല്യവും പ്രതാപവുമുണ്ട്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന യുദ്ധം അങ്ങയുടെ സ്മൃതിപഥത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടായിരിക്കുകയില്ല. എന്നാലും ആ പരാക്രമത്തെപ്പറ്റി ഒരിക്കൽ കൂടി അനുസ്മരിപ്പിക്കട്ടെ. ആ ദിവസം ശംബരാസുരൻ അങ്ങയുടെ മുമ്പിലുള്ളവരെ മുഴുവനും കൊന്നൊടുക്കിയപ്പോൾ അങ്ങ് ജീവൻ അവഗണിച്ചുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഠിന യത്നം ചെയ്തു മല്ലിട്ടു. ഞാനെന്ന് ജാഗ്രതയും ശ്രദ്ധയും കാണിച്ച് അങ്ങയെ കാക്കുകയും ശുശ്രൂഷിച്ച് ജീവൻ നിലനിർത്തുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ അങ്ങയ്ക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അങ്ങയ്ക്കറിയാമല്ലോ. എൻ്റെ പ്രതിജ്ഞാർപ്പിതമായ ത്യാഗത്തിന് അങ്ങ് എത്ര വിലമതിച്ചു. അങ്ങ് പ്രഖ്യാപിച്ചു, കൈകേയി, നീ എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. അതിന് പകരമായി എനിക്ക് എന്ത് തരാൻ സാധിക്കും? എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. 2 വരം ആവശ്യപ്പെടൂ. അവ തന്ന് ഞാൻ എൻ്റെ കടം വീട്ടാം, എൻ്റെ നന്ദി തെളിയിക്കാം. പക്ഷേ അന്ന് അങ്ങ് ജീവിതത്തിലേക്ക് മടങ്ങിയതാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ട വരമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു, നാഥ, എനിക്കിപ്പോൾ അങ്ങയിൽ നിന്നും വരമൊന്നും ആവശ്യപ്പെടാനില്ല. ഞാൻ പിന്നീട് അവയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളാം. അവ എനിക്ക് വേണ്ടി സൂക്ഷിക്കൂ. എൻ്റെ ഈ അപേക്ഷയിലും മനോഭാവത്തിലും അങ്ങ് അതീവ സന്തുഷ്ടനായി. അങ്ങ് എന്നെ പ്രശംസിച്ചു. അങ്ങ് എൻ്റെ ത്യാഗത്തെ പുകഴ്ത്തി. ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ആ വരങ്ങൾ സൂക്ഷിക്കപ്പെടണമെന്നും ആവശ്യമുള്ളപ്പോൾ യാതൊരു തീർപ്പും കൂടാതെ അവ ലഭിക്കുന്നതാണെന്നും അങ്ങ് പറഞ്ഞു. ഇതെല്ലാം അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവും ഇല്ലേ? അങ്ങ് ഭൂമിയുടെ രാജാവാണ്. വാഗ്ദാനം ശരിക്കും പാലിക്കുന്നയാളാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി അന്ന് സൂക്ഷിച്ചു വച്ച ആ 2 വരങ്ങൾ ഇപ്പോൾ തരണമെന്ന് അപേക്ഷിക്കുന്നു. അതുവഴി എന്നെ സന്തുഷ്ടയാക്കുക. ഞാൻ പുതിയ വരങ്ങളൊന്നും അങ്ങയിൽ നിന്നും ആവശ്യപ്പെടുന്നില്ല. സത്യത്തിൽ എൻ്റെ സ്വന്തമായിക്ക് വേണ്ടി മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരാളുടെ അധീനതയിൽ സുരക്ഷിതത്വത്തിൽ സൂക്ഷിക്കപ്പെട്ട ധനം തിരിച്ചു കൊണ്ടുവന്ന് നിഷേധിക്കുക എന്നത് കൊടിയ പാപമാണ് എന്ന് ഞാൻ അങ്ങയെ അനുസ്മരിപ്പിക്കേണ്ടതില്ല. അതങ്ങേക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ അങ്ങ് അവ തരാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ ദ്രോഹിക്കലാകും, വിശ്വാസ ലംഘനമാവും. എനിക്ക് ആ നിരാശ അസഹ്യമായിരിക്കും. പരാജയബോധത്തോടുകൂടി ജീവിക്കുന്നതിനേക്കാൾ പ്രാണൻ ഉപേക്ഷിക്കുകയാണ് കൂടുതൽ ആദരണീയം. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ എങ്ങനെ രാജ്യത്തിലെ ജനങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കൃതമാകും? ഭാര്യയെ വഞ്ചിക്കാൻ വന്ന നിലവിട്ട് താഴ്ന്ന പ്രവൃത്തിക്കൊരുങ്ങുന്ന ഒരിക്കൽ
തന്നിൽ വിശ്വസിക്കുകയും പിന്നീട് ആ വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചക്രവർത്തി പ്രജാപാലകനെന്ന പദവി അർഹിക്കുന്നില്ല ഉണ്ടോ? അങ്ങനെ നന്ദികെട്ട മാർഗഭ്രംശകരെ രാജാക്കന്മാരായി കരുതേണ്ടതില്ല എന്ന് മനു പ്രസ്താവിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ് 1000 വാദങ്ങൾ ആവർത്തിച്ച് ഈ വസ്തുത ഇങ്ങനെ വിസ്തരിക്കുന്നത്? ഇന്ന് എൻ്റെ വരങ്ങൾ നൽകുന്നില്ലെങ്കിൽ നാളെ കാലത്ത് കൈകേയി ജീവനോടെ കാണുകയില്ല. ഇങ്ങനെ അറിയിച്ചുകൊണ്ട് അവൾ ഉച്ചത്തിൽ പൊട്ടിക്കരയുകയും പുലമ്പുകയും ചെയ്തു. അവളുടെ അഭിനയ കലയുടെ ഫലമായി ദശരഥൻ നിസ്സഹായനും ദുർബലനുമായി. നായാട്ടുകാരൻ മാനിൻ്റെ ശബ്ദം അനുകരിച്ച് ശബ്ദിക്കുന്നത് കേട്ട് അതിൽ ആകൃഷ്ടനായി വലയിൽ ചെന്ന് ചാടുന്ന നിരപരാധിയായ മാനിനെ പോലെ ദശരഥൻ രാജ്ഞിയുടെ പ്രേമത്തിൻ്റെ കൊഞ്ചൽ കൊണ്ട് വശീകരണ ശക്തിയുള്ള മോഹനങ്ങളായ ഭാവങ്ങളെ കൊണ്ടും ആകൃഷ്ടനായി ഭ്രാന്തനും വ്യർത്ഥസ്വഭാവിയുമായ മനുഷ്യനെ പോലെയായി തീർന്നു. അവളുടെ കരങ്ങൾ തൻ്റെ കരങ്ങളിൽ അമർത്തിപ്പിടിച്ച് അദ്ദേഹം ഗൗരവപൂർവ്വം പ്രതിജ്ഞ ചെയ്തു, ഞാൻ തീർച്ചയായും നിനക്ക് ആ 2 വരങ്ങൾ തരാം. ചക്രവർത്തിയുടെ ഉറപ്പ് കേട്ട ഉടനെ തന്നെ കൈകേയിയുടെ കണ്ണുകൾ വികസിക്കുകയും പ്രകാശിക്കുകയും ചെയ്തു. അവൾ ദശരഥൻ്റെ മുഖം കുറേ നേരം ശ്രദ്ധാപൂർവം നോക്കി. എന്നിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് നല്ലവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കൽ കൊടുത്ത വാക്ക് ലംഘിക്കയില്ല എന്നങ്ങ് തെളിയിച്ചിരിക്കുന്നു. ഈ രീതിയിലും മറ്റു പല വഴികളിലും അവൾ ദശരഥനെ സ്തുതിക്കാൻ തുടങ്ങി. പ്രേമദാഹിയായ രാജാവ് അവളുടെ പ്രശംസ കേട്ട് അമിതമായി ആനന്ദിച്ചു. കൈകേയി എന്തിനാണ് ഇനിയും താമസിക്കുന്നത്? ചോദിക്കൂ, വരങ്ങൾ ചോദിക്കൂ. ഇങ്ങനെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവളെ നിർബന്ധിച്ചു. കൈകേയി മടിച്ചു. അവളുടെ നാക്കിടറി. ഒടുവിൽ പറഞ്ഞു, രാമൻ്റെ അഭിഷേകത്തിന് വേണ്ടി ചെയ്ത ഒരുക്കങ്ങൾ എൻ്റെ മകനായ ഭരതന് നടത്തുക. ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്ന ആദ്യത്തെ വരം. രാമൻ ജടയും മാൻതോലും ധരിച്ച് മരവുരിയുമെടുത്ത് ദണ്ഡകാരണ്യത്തിൽ പോയി അവിടെ ആരണ്യവാസിയായി 14 കൊല്ലം കഴിയണം. ഇതാണ് ഞാൻ ചോദിക്കുന്ന 2ാമത്തെ വരം. ആർക്കും മാർഗതടസ്സം ഉണ്ടാക്കാത്ത നിലയിൽ ഭരതൻ നിയമത്താൽ അംഗീകരിക്കപ്പെട്ട അനന്തര അവകാശിയാകണം. രാമനെ എൻ്റെ കണ്ണിന് മുമ്പാകെ വെച്ച് കാട്ടിലേക്ക് അയക്കണം. ഈ 2 വരങ്ങളും തരൂ. അങ്ങയുടെ വംശത്തിൻ്റെ അന്തസ്സും പദവിയും അകങ്കളിതമായി നിലനിർത്തൂ. അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ കൈകേയിയുടെ ജീവൻ നശിപ്പിക്കാൻ സമ്മതം തരൂ. ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് ഒരു രാക്ഷസിയെ പോലെ നിശ്ചിതമായ നിലയിൽ നിന്ന് ആകാംക്ഷാഭരിതയായി തുറച്ചു നോക്കി. തൻ്റെ മേൽ വീഴ്ത്തപ്പെട്ട ക്രൂരമായ ഇടുത്തിയുടെ ഫലമായി ചക്രവർത്തി ആകെ ചുരുങ്ങിപ്പോയി. ഇതൊരു സ്വപ്നമായിരുന്നുവോ? ഇത് സത്യമോ? അല്ല, രക്തദാഹിയായ വല്ല ഭൂതമോ? ഇത് തൻ്റെ ഭയകരമായൊരു മതിഭ്രമമാണോ? വല്ല ഭീകര രോഗവും കാണിച്ച ഹീനമായ സൂത്രവേലയായിരിക്കുമോ? അദ്ദേഹത്തിന് നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം വിറയലോടെ ചോദിച്ചു, കൈകേയി, നീയാണോ ഇവിടെ നിൽക്കുന്നത്? അല്ലെങ്കിൽ നിന്റെ രൂപം കൊണ്ട് ഏതെങ്കിലും രാക്ഷസിയോ? ആദ്യം നീ ആരാണെന്ന് പറയൂ. ശരീരാവയവങ്ങളിൽ നിയന്ത്രണം നശിച്ച ഒരാളെ പോലെ അദ്ദേഹം നിലം തെറ്റിയ മാതിരി നീങ്ങി. സംസാരിക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാതെ കുഴങ്ങി. ചക്രവർത്തി ഉദാസീനനായി ഭ്രാന്ത് പിടിച്ചവനെ പോലെ വശത്തോട്ട് തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ ലക്ഷ്യമില്ലാതെ ചുറ്റും തുറിച്ചു നോക്കി. പൊടുന്നനെ കൈകേയിയെ നോക്കിയപ്പോൾ കണ്ണിൽ നിന്നും തീപ്പൊരികൾ പറന്നു. ഭയങ്കര ക്രോധത്താൽ അദ്ദേഹം അലറി, ദുഷ്ടേ, എന്താണ് സത്യത്തിൽ നിന്റെ ലക്ഷ്യം? രാജവംശത്തെ മുഴുവനും പിഴുതു കളയാനോ? എൻ്റെ പുത്രൻ രാമൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? അവൻ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നതിനേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ രാമനെ അന്ധകാരമായ കൊടുങ്കാട്ടിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? ഞാൻ ഇതുവരെ നിന്നെ ഒരു രാജകുമാരിയായിട്ടാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ കൊടിയ വിഷമുള്ള മൂർഖൻ പാമ്പാണെന്ന് ഞാൻ കാണുന്നു. ശുദ്ധമായ അജ്ഞത കൊണ്ട് ഞാൻ നിന്നെ എൻ്റെ വീട് സ്വൈര്യം കെടുത്തുവാൻ അനുവദിച്ചു. എൻ്റെ ജീവശ്വാസമായ രാമനെ ഇന്ന് ജീവനോടുകൂടിയ എല്ലാവരും തന്നെ ഉച്ചസ്ഥൈര്യം പുകഴ്ത്തുമ്പോൾ എങ്ങനെ ഇത്രയും പാപമായ ഒരാശയം നിൻ്റെ തലയിൽ കടന്നു? നിർബന്ധമാണെങ്കിൽ ഞാൻ നിൻ്റെ സാമ്രാജ്യമോ ജീവൻ തന്നെയോ ഉപേക്ഷിക്കാൻ ഒരുക്കമാണ്. പക്ഷേ എനിക്ക് രാമനെ ഉപേക്ഷിച്ചുകൂടാ. തീർച്ച, നിന്റെ മകനെ ചക്രവർത്തിയാക്കണമെന്ന് നീ അപേക്ഷിക്കുന്നു. ശരി, അവൻ അപ്രകാരമാവട്ടെ. കൗസല്യയോടും സുമിത്രയോടും മറ്റുള്ളവരോടും കൂടി രാമനെ ഒന്നിച്ച് ഞാൻ മിന്നൽ വേഗത്തിൽ കാട്ടിൽ പോകാം. പക്ഷേ രാമനെ തനിയെ ഒരിക്കലും കാട്ടിലേക്ക് അയക്കാൻ എനിക്ക് കഴിയുകയില്ല. അത് അസാധ്യം തന്നെയാണ്. അതിക്രൂരമായ വിധം പാപപൂർണമായ ഈ ആശ ഉപേക്ഷിക്കൂ. കൈകേയി
എന്നോട് തുറന്നു പറയൂ. ഈ സംഗതികൾ സംഭവിക്കണമെന്ന് നീ സത്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്റെ പുത്രനായ ഭരതനോട് എനിക്ക് വാത്സല്യങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള തന്ത്രമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഭരതന് യുവരാജാവായി വാഴിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. എന്നാൽ രാമനെ കാട്ടിലേക്ക് നാട് കടത്തണമെന്നാവശ്യപ്പെടുന്നതിൽ യാതൊരർത്ഥവുമില്ല. അങ്ങനെ ഒരാഗ്രഹം വച്ച് പോറ്റുമോ? ലഘുവായെങ്കിലും പ്രകാശിപ്പിക്കുകയോ ചെയ്യരുത്. കൈകേയി രാമൻ ആദ്യമായി പിറന്ന പുത്രനാണ്. എല്ലാ നന്മകളുടെയും ഗുണങ്ങളുടെയും ഇരിപ്പിടമാണ്. അവൻ്റെ ഭരണകാലം ഏറ്റവും പ്രഭാവമുള്ളതായിരിക്കും. ഇത്തരം സുവർണ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്ന കാലം ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതേ രാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന് നിന്റെ ആവശ്യം. ഈ അപേക്ഷയുടെ അർത്ഥം എന്താണ്? നീ എന്നോട് തമാശ പറയുകയാണോ? ഇതൊക്കെ ഒരു തമാശയാണെങ്കിൽ ക്രോധാലയത്തിൽ വെച്ച് എന്തിനീ രംഗം? എന്തിന് കല്ലു പതിച്ച കടുപ്പമുള്ള നിലത്ത് വീണുരുളുന്നു? തമാശകൾക്കുമുണ്ടൊരതിര്. അതിര് കവിഞ്ഞാൽ അത് ദയനീയമാംവിധം ക്രൂരമായിരിക്കും. തമാശയ്ക്ക് എന്ന നിലയ്ക്ക് പോലും എനിക്ക് ഈ ആശയം പൊറുപ്പിച്ചുകൂടാം. എനിക്കൊരിക്കലും രാമനിൽ നിന്നും വേർപെടുക സാധ്യമല്ല. കൈകേയി, നീ ഇക്കാലം അത്രയും ഒരു ബുദ്ധിയുള്ളവളായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നിന്റെ ബുദ്ധി കുടിലവും ദുഷ്ടവുമായിരിക്കുന്നു. അത്തരം അബദ്ധസഞ്ചാരങ്ങൾ എപ്പോഴും ആത്മനശീകരണത്തിന് അഗ്രഗാമികളായിരിക്കും. ശിഷ്ടന്മാരെ ദ്രോഹിക്കുന്നത് ഘോര പാപമാണ്. തീർച്ചയായും ശിഷ്ടന്മാരെ ഈ തന്ത്രങ്ങൾ ഒരിക്കലും ബാധിക്കുകയില്ല. ദുഷ്ടന്മാരുടെ കുടിലതന്ത്രങ്ങൾ ശിഷ്ടന്മാരുടെ കീർത്തിയും പ്രഭാവവും വർദ്ധിപ്പിക്കുകയുള്ളൂ. ശിഷ്ടന്മാർക്ക് അവ അല്പസമയത്തേക്ക് മാത്രമേ ദുസ്സഹമായി തോന്നുകയുള്ളൂ. ഇക്ഷ്വാകു വംശത്തിൻ്റെ അനർത്ഥമായിട്ടാണ് നിന്റെ ദുഷ്ടപദ്ധതികളെന്ന് തോന്നുന്നു. കാരണം ഈ നിമിഷം വരെ നീ ഒരു സന്തുഷ്ടമായ വാക്ക് പറയുകയോ അസന്തുഷ്ടമായ വാക്ക് പറയുകയോ അശുഭകരമായ പ്രവർത്തനത്തെ പറ്റി ചിന്തിക്കുകയോ ഉണ്ടായിട്ടില്ല. ഇന്ന് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന അത് നീ തന്നെയാണോ എന്ന് വിശ്വസിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. കൈകേയി, നീ ഇക്കാലമത്രയും ധാർമ്മിക നിയമങ്ങളെ ഉല്ലംഘിക്കുന്നതിന് ഭയാകുലയായിരുന്നുവല്ലോ. ഓരോ ചെറിയ ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും വഴി ഈശ്വര അനുഗ്രഹം നേടുവാൻ നീ വളരെ ഉത്കണ്ഠയുള്ളവരായിരിക്കുന്നുവല്ലോ. ആ ധർമ്മഭീതി ഇപ്പോൾ എവിടെ പോയി? നിന്നെ ധർമ്മിഷ്ഠതയുടെ പാതയിൽ തന്നെ നിർത്തിയിരുന്ന ആ ഈശ്വര ഭക്തി നീ എന്തു ചെയ്തു? രാമന് 14 വർഷം കാട്ടിലേക്ക് അയക്കണമെന്ന ആവശ്യം കൊണ്ട് എന്ത് ലാഭമാണ് നീ പ്രതീക്ഷിക്കുന്നത്? പുതുതായി വികസിച്ച ഒരു പുഷ്പത്തിൻ്റെ ദളം പോലെ മൃദുലമായും ലോലവുമാണ് അവൻ്റെ ശരീരം. കാഴ്ചയ്ക്ക് വളരെ രമണീയമായ സ്വരൂപനാണ് രാമൻ അത്രയും ആകർഷണീയമായ സൗന്ദര്യമുള്ളവനാണ്. അവൻ അസഹ്യമായ കഠിനവേദന അനുഭവിക്കുന്നതിൽ നിനക്കെന്താണ് ലാഭം? ഈ രാജധാനിയിൽ അനേകായിരം പരിചാരകരും ദാസിമാരുമുണ്ട്. അവരിൽ ആർക്കെങ്കിലും അവൻ്റെ നേരെ വിരൽ ചൂണ്ടി എന്തെങ്കിലും തരത്തിൽ അവൻ അപരാധിയാണ് എന്ന് പറയുവാൻ കഴിയുമോ? ശരി, നമ്മുടെ രാജധാനി പോകട്ടെ. നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്നും അവനെ കുറ്റപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരാളെ കൊണ്ടുവരാമോ? ഏതെങ്കിലും ഒരാളുടെ പേര് പറയാൻ നിനക്കാവുമോ? അവൻ ദുരിതമനുഭവിക്കുന്ന പലരെയും കണ്ടുപിടിച്ച് അവർക്ക് സമ്മാനങ്ങളും ധനവും നൽകി പരിരക്ഷിച്ചിട്ടുണ്ട്. അത്തരക്കാരോട് വലിയ പരിഗണന കാണിച്ചിട്ടുമുണ്ട്. വീടില്ലാത്ത പലരെയും കണ്ട് അവൻ അവർക്കൊക്കെ വീട് സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. തൻ്റെ സ്നേഹം കൊണ്ടും ശ്രദ്ധ കൊണ്ടും അവൻ സർവരെയും പ്രീതി സമ്പാദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്നേഹിക്കപ്പെടാൻ മാത്രം യോഗ്യനായ ഒരു പുത്രൻ്റെ നേരെ നീ വിദ്വേഷമുള്ളവളായിരിക്കുക എന്നത് എന്നെ ഊമനാക്കി കളഞ്ഞിരിക്കുന്നു. നിന്റെ പൈശാചികമായ അപരിഷ്കൃതത്വത്തെ വിവരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. തങ്ങളുടെ പ്രജകളെ ചൂഷണം ചെയ്ത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പരിപോഷണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അനേകം ആളുകളുണ്ട്. അത്തരം രാക്ഷസന്മാരുടെ എണ്ണം കൂടി വരികയാണ്. ഒരു പക്ഷേ പ്രായത്തിൻ്റെയോ കഴിഞ്ഞ കാലത്ത് നീ ചെയ്ത പാപങ്ങളുടെ ഫലമായിരിക്കണം. ദരിദ്രരോടും ദുരിതമനുഭവിക്കുന്നവരോടും ചെയ്യുന്ന തെറ്റുകൾ അവസാനിപ്പിക്കുകയും അവരുടെ പുരോഗതിക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നവരും അവരുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നേരിട്ടന്വേഷിച്ച് അവർക്ക് സമാശ്വാസം നൽകുന്നവരുമായ സജ്ജനങ്ങൾ നിന്റെ ദൃഷ്ടിയിൽ നാടുകടത്തലിനും ശിക്ഷയ്ക്കും അർഹരാകുന്ന ദുർജനങ്ങളായിത്തീരുന്നത്. സാമ്രാജ്യത്തിലെ ഓരോരുത്തരും രാമൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നതിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു. അവൻ്റെ നന്മയെ ആവർത്തിച്ച് പറയുന്നതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. പാടങ്ങളിൽ പണിയെടുത്ത് ക്ഷീണിക്കുമ്പോൾ കൃഷിക്കാരും തൊഴിലാളികളും സ്വന്തം ജോലിയുടെ ക്ലേശം ലഘൂകരിക്കുന്നതിനായി രാമനെയും അവൻ്റെ വശീകരണ ശക്തികളെയും സംബന്ധിച്ച് പാട്ടുകൾ പാടുന്നു.
ഞാനതറിഞ്ഞപ്പോൾ ആനന്ദം കൊണ്ട് നിറഞ്ഞവനായി. ഇത്രയും ദയാലുവായ ഒരു വ്യക്തിയുടെ മേൽ ഈ തീവ്രവേദന അനുഭവിക്കുന്ന വിധിയെ ഏൽപ്പിക്കുന്നതിന് യോജിക്കുവാൻ എൻ്റെ ഹൃദയത്തിന് എങ്ങനെ കഴിയും? ഇന്ന് സായാഹ്നത്തിൽ മഹർഷിമാർ, ഗുരുജനങ്ങൾ, മന്ത്രിമാർ, പൗരപ്രമുഖന്മാർ, പണ്ഡിതന്മാർ, രാജ്യതന്ത്ര പ്രവീണന്മാർ എന്നിവരടങ്ങിയ ഒരു സദസ്സിൻ്റെ സമക്ഷം രാമൻ്റെ അഭിപ്രായം വെച്ചപ്പോൾ അവരിലൊരാളും തന്നെ അസംതൃപ്തിയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ സ്വരം ഉയർത്തിയിട്ടില്ല. അതിനു പകരം രാമൻ്റെ എണ്ണമറ്റ മാർഗങ്ങളിൽ പുകഴ്ത്തുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ അനേകം ജന്മങ്ങൾ തങ്ങൾ നേടിക്കൂട്ടി വെച്ച സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണ് തങ്ങൾക്കിപ്പോൾ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവനും നിസ്വാർത്ഥ പ്രവർത്തനത്തിൻ്റെയും ബുദ്ധിപൂർവമായ നിസ്സംഗത്വത്തിൻ്റെയും സത്യത്തോടുള്ള നിസ്സങ്കോചമായ ഭക്തിയുടെയും മൂർത്തിമദ്ഭാവമായ ഒരു ആധ്യാത്മിക വീരനെ അനന്തരാവകാശിയായും അതിനായകനുമായി ലഭിക്കുവാൻ കഴിഞ്ഞതെന്ന് അവർ പ്രഖ്യാപിച്ചു. അവർക്കുണ്ടായ ആനന്ദം തുടർന്നുണ്ടായ ജയാരവങ്ങളാൽ അവർ സൂചിപ്പിച്ചു. എൻ്റെ സ്നേഹനിധിയായ എൻ്റെ ജനങ്ങളുടെ ഈ പ്രേമഭാജനത്തിനെയാണോ നീ കാട്ടിലേക്ക് അയക്കാൻ കാക്ഷിക്കുന്നത്? നീ എന്ത് പറഞ്ഞാലും ഇത് തീർച്ചയാണ്. ഞാൻ എൻ്റെ രാമനെ കാട്ടിലേക്ക് അയക്കുകയില്ല. ഇതും കൂടി കേൾക്കൂ. രാമൻ്റെ അഭിഷേകം നാളെ നടക്കും. അത് റദ്ദ് ചെയ്യാൻ നിവർത്തിയില്ല. പരുക്കനായ ആത്മാഭിമാനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സ്ഫോടനത്തിലാണ് ദശരഥൻ ഇത്ര അറിയിച്ചത്. ഇത് കേട്ട് കൈകേയി ഭീകരഭാവം കൈക്കൊണ്ട് കടുത്ത പ്രത്യുത്തരം നൽകി. രാജാവേ, ഓർക്കൂ, അല്പനിമിഷങ്ങൾക്ക് മുമ്പ് സത്യങ്ങളും ചെയ്ത് അങ്ങ് ഞാൻ ആവശ്യപ്പെട്ട വരങ്ങൾ തരാമെന്ന് വാഗ്ദത്തം ചെയ്തു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും പിറകോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇക്ഷ്വാകു വംശത്തിൻ്റെ പ്രഭാവം ആരാണ് പൊടിയിലേക്ക് വലിച്ചിഴക്കുന്നത്? അങ്ങോ ഞാനോ? ഇതിനെപ്പറ്റി ആലോചിക്കൂ. ആ രാജവംശത്തിൽപ്പെട്ട ഒരാളും ഒരിക്കൽ കൊടുത്ത വാക്ക് മാറുകയില്ല എന്ന ആ വംശത്തിൻ്റെ അഭിമാനമാണ്. ആ സൽപ്പേരിപ്പോൾ അങ്ങ് മലിനമാക്കുകയാണ്. സാധ്യതകളെപ്പറ്റി ചിന്തിക്കാതെ അങ്ങ് ആവശ്യപ്പെട്ട വരങ്ങൾ വീഴ്ച വരുത്താതെ തരാമെന്ന് പ്രതിജ്ഞ ചെയ്തു. വല്ല തെറ്റുമുണ്ടെങ്കിൽ അത് അങ്ങയുടേതാണ്, എൻ്റേതല്ല. ആദ്യം അങ്ങ് എനിക്ക് വരങ്ങൾ തന്നു, പിന്നെ അങ്ങ് അവ ഇന്ന് തരാം എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി വാക്ക് മാറ്റി പറയുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങ് അന്നും ഇന്നും തന്ന വാക്കുകൾ അങ്ങ് തന്നെ നിഷേധിക്കുമ്പോൾ അങ്ങയുടെ മനം, അങ്ങയുടെ അന്തസ്സ്, അങ്ങയുടെ സ്ഥാനം എന്നിവ മറക്കരുത്. ദുർബലന്മാരെ ദ്രോഹിക്കുന്നതും അപമാനിക്കുന്നതും ഒരിക്കൽ ഗൗരവപൂർവ്വം നൽകിയ വാക്കിനെതിരായി പ്രവർത്തിക്കുന്നതും ഭരണാധികാരികളുടെ പതിവായിരിക്കാം. പക്ഷേ അതിന് ആത്മാഭിമാനം വളർത്തുവാൻ ആവുകയില്ല. വാഗ്ദത്തം ലംഘിക്കുന്നവരും വനിതകളെ വഞ്ചിക്കുന്നവനും സാർവഭൗമന്മാരല്ല, അപരിഷ്കൃതരായ കാടന്മാരാണ്. ഭരണാധിപന്മാർ ഈ കിരാതത്വത്തിലേക്ക് വഴുതി വീഴുമ്പോൾ പ്രജകൾ സ്വഭാവേന അമർഷം കാണിക്കും, വിപ്ലവം ഉണ്ടാക്കുകയും ചെയ്യും. രാജഭരണം രാക്ഷസഭരണമായി തീരും. ഇക്കാലമത്രയും അങ്ങ് മാനവും പ്രശസ്തിയും നേടുവാൻ എത്തിച്ചിട്ടുണ്ട്. ഒരു വലിയ അളവോളം അത് സാധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വാഗ്ദത്ത ലംഘനം കൊണ്ടുള്ള ദുഷ്കീർത്തി അങ്ങയുടെ തലയിലാണുള്ളത്, എൻ്റെ തലയിലല്ല. പഴയ രാജാക്കന്മാരുടെ ജീവിതങ്ങൾ ഓർത്തു നോക്കൂ. ചെയ്ത സത്യങ്ങൾക്കും പ്രതിജ്ഞകൾക്കും എതിരായി പ്രവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കൂ. നല്ലതുപോലെ ചിന്തിച്ചു നോക്കൂ. അതിനിന്ദ്യമായ ദുർമാർഗത്തിൽ കൂടിയാണ് അങ്ങിപ്പോൾ ചരിക്കുന്നത്. സൂക്ഷിക്കൂ. അങ്ങ് നീങ്ങുന്നത് ധർമ്മങ്ങളിലൂടെ അനുശാസനങ്ങൾക്കും എതിരായിട്ടാണ്. അങ്ങ് ബുദ്ധിമാനാണെന്ന പേര് നേടിയിട്ടുണ്ട്. പക്ഷേ ആ പേരിനനുസരിച്ച് ബുദ്ധി അങ്ങേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് വാഗ്ദത്തം ചെയ്തതിനു മുമ്പായി എനിക്ക് ആവശ്യമുള്ള വരങ്ങളുടെ സ്വഭാവം പൂർണ്ണമായും അറിയേണ്ടിയിരുന്നു. അങ്ങ് മുമ്പും പിമ്പും നോക്കിയില്ല. എൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മന്ത്രബദ്ധനെ പോലെ അങ്ങ് വരങ്ങൾ തരാമെന്ന് വാക്കു തന്നു. എന്നാൽ ഇപ്പോൾ ആ വാഗ്ദത്തം നിറവേറ്റാനായി ഞാൻ ആവശ്യപ്പെടുമ്പോൾ അങ്ങ് എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഇതിൽ അങ്ങയ്ക്ക് എത്ര ഗൗരവപൂർവമായ തെറ്റാണ് പറ്റിയിരിക്കുന്നത്. അങ്ങ് വലിയ വിഡ്ഢിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു. അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നതിന് എനിക്കുള്ള ഭയമില്ലായ്മയും ദൈവഭക്തിയില്ലായ്മയും ഗർഹണീയമായ ഈ ക്രൂരതയെ സ്വയം സ്വീകരിച്ചതിനെക്കുറിച്ചും അങ്ങ് എന്നെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ അങ്ങയെപ്പറ്റിയോ അങ്ങ് ധർമ്മവ്രതനെന്നും ദൈവദാസനെന്നും ഘോഷിക്കപ്പെട്ട ആളാണ്. ചെയ്ത പ്രതിജ്ഞയിൽ നിന്നും പുറകോട്ട് പോകുമ്പോൾ അങ്ങേക്ക് എന്തു പേരാണ് അവകാശപ്പെടാൻ കഴിയുക? അങ്ങയെപ്പറ്റി അങ്ങ് തന്നെ വിധി പ്രസ്താവിക്കൂ. അങ്ങയുടെ മുമ്പ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മുങ്ങിത്തപ്പി കണ്ടുപിടിക്കാനുള്ള
സാമർഥ്യം സ്തുത്യർഹമല്ല. ഒരാൾ സ്വന്തം തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുകയും അവ തെറ്റിലേക്കും പാപത്തിലേക്കും തന്നെ നയിക്കാതിരിക്കുന്നതിനായി ജാഗ്രത കാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ ബുദ്ധി പ്രശംസാർഹമാണ്. രാജാക്കന്മാരും ഭരണകർത്താക്കളും സമുന്നത ബുദ്ധിമാന്മാരാണ്. അവർ എല്ലാം അറിയുന്നവരാണെന്ന സങ്കല്പം അങ്ങയിലുള്ളപ്പോൾ ആത്മപരിശോധന കൊണ്ട് നന്മ നേടുന്നതിനു പകരം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടാണ് നോക്കുന്നതെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സ്വാർത്ഥികളും സങ്കുചിത മനസ്കരുമെന്ന് കുറ്റപ്പെടുത്തുവാൻ അങ്ങേക്ക് എന്തധികാരമാണുള്ളത്? അങ്ങ് വരങ്ങൾ ദാനം ചെയ്തു, അത് സത്യമാണ്. അങ്ങൊരു പ്രതിജ്ഞ ചെയ്തു, അതും ഒരു സത്യമാണ്. ആ പ്രതിജ്ഞ ലംഘിച്ചു കൊടുത്ത വാക്കിൽ നിന്നും പുറകോട്ട് പോയി, അതും ഒരു സത്യമാണ്. അങ്ങ് നല്ലതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇവ മൂന്നും ശരിയോ എന്ന്. മകനോടുള്ള ബന്ധം കൊണ്ട് അങ്ങ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭാര്യയോടുള്ള പ്രേമം കൊണ്ട് അങ്ങ് അടിമയാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അങ്ങ് ചെയ്ത പ്രതിജ്ഞകൾ വെള്ളത്തിൽ വലിച്ചെറിഞ്ഞു. ഞാൻ കുറ്റക്കാരിയല്ല, തെറ്റ് ചെയ്തത് അങ്ങാണ്. കാരണം അങ്ങയ്ക്ക് മകനോടുള്ള ബന്ധം പ്രകൃത്യാ ഉള്ളതാണ്. അമ്മയായ ഓരോ സ്ത്രീയും തൻ്റെ മകൻ രാജ്യത്തിലെ ഏറ്റവും അധികാരമുള്ള പദവിയിലേക്ക് ഉയരണമെന്ന്, രാജ്യത്തിലെ രാജാവാകണമെന്ന് ഉത്കടമായി ആഗ്രഹിക്കും. അത് പ്രകൃതിയുടെ പ്രേരണയാണ്. അവളുടെ പദ്ധതി അന്യരാൽ കയ്യേറ്റം ചെയ്യപ്പെടാതെ നോക്കേണ്ടത് അവളുടെ ബാധ്യതാപൂർവമായ കർത്തവ്യമാണ്. വരാൻ സാധ്യതയുള്ള എല്ലാ ആക്രമണങ്ങളെയും പരാജയപ്പെടുത്താനുള്ള പദ്ധതികൾ മുൻകൂട്ടി ആവിഷ്കരിക്കുന്നതും സ്വാഭാവികം മാത്രം. എൻ്റെ സ്വഭാവേനയുള്ള ധർമ്മങ്ങളും ഉത്തരവാദിത്വങ്ങളും മാത്രമാണ് ഞാൻ നടപ്പിൽ വരുത്തുന്നത്. ഓർക്കുക, അസ്വാഭാവികമോ തെറ്റോ ആയ ഒന്നും എൻ്റെ കർമ്മത്തിലില്ല. അനന്തരാവകാശി എന്ന നിലയിൽ രാമൻ്റെ കിരീടധാരണം നടന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ കൗസല്യ രാജ്യമാതാവാകും. എൻ്റെ മകൻ കൈത്തണ്ടയും മടക്കി നിന്ന് രാമൻ്റെ കൽപ്പനയും കാത്തുകൊണ്ട് രാമൻ്റെ കൈകളിലായി നിർദ്ദേശങ്ങൾ നിർവഹിക്കാൻ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തയ്യാറായി നിൽക്കും. രാമന് വേണ്ടി ചെയ്യപ്പെട്ട ജോലിയെ സംബന്ധിച്ച് അറിയിക്കുമ്പോൾ രാമൻ്റെ കാൽക്കൽ കുമ്പിടേണ്ടി വരും. ചിലപ്പോൾ കർക്കശമായ താക്കീതുകൾ കേൾക്കേണ്ടി വരും. ഇല്ല, എനിക്ക് അത്തരം രംഗങ്ങൾ നോക്കി നിൽക്കാൻ ആവുകയില്ല. എനിക്ക് ഒരു ദിവസം കൂടി ജീവിക്കാൻ കഴിയാതിരിക്കത്തക്കവണ്ണം ഞാൻ അപമാനിതയാകും. എൻ്റെ മകൻ്റെ ലജ്ജാവഹമായ സ്ഥിതി നോക്കി നിൽക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് ഇപ്പോൾ തന്നെ വിഷം കഴിച്ചു മരിക്കുകയാണ്. എൻ്റെ ശ്വാസം പോലെ ഞാൻ വിലമതിക്കുന്ന എൻ്റെ മകൻ ഭരതൻ്റെ പേരിൽ എടുത്തിട്ടുള്ള ഗൗരവതരമായ ഒരു പ്രതിജ്ഞയെപ്പോലെ ഞാനത് പ്രഖ്യാപിക്കുകയാണ്. രാമനെ കാട്ടിലേക്ക് നാടുകടത്തുന്നതിൽ ചുരുങ്ങി യാതൊന്നും കൊണ്ടും ഞാൻ സംതൃപ്തിയാവുകയില്ല. പ്രാണവേദനയോടുകൂടിയ ഈ കഠിന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് കൈകേയി നിലം പതിച്ചു. ഹൃദയഭേദകമായ വ്യസനത്തിൽ ഞരങ്ങുവാനും കരയുവാനും തുടങ്ങി. ദശരഥൻ നിരാശയിൽ തലക്കടിച്ചു. അദ്ദേഹം പറഞ്ഞു, കൈകേയി, ഈ ആവശ്യം നിനക്ക് നന്മയുണ്ടാക്കുമെന്ന് നിന്നെ ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പിശാച് നിന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഈ അസംബന്ധം എന്താണ്? രാമനെ കാട്ടിലേക്ക് അയക്കാനും ഭരതനെ വാഴിക്കുകയുമെന്ന ഈ അപഹാസ്യമായ ഭ്രാന്ത് എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവായ എനിക്കും നിന്റെ പുത്രനായ ഭരതനും അയോധ്യ രാജ്യത്തിനും നന്മ ആശംസിക്കാത്തത്? ആപത്ത് നിറഞ്ഞ ഈ ആഗ്രഹം ഉപേക്ഷിക്കൂ. ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി അഗാധം ചിന്തിക്കൂ. അല്ലെങ്കിൽ നീയും ഞാനും നിന്റെ മകനും അങ്ങനെ മൂന്നാളുകളും പ്രത്യക്ഷമായ ദുഷ്കൃതിക്ക് ഇരയായിത്തീരും. ഇതോടുകൂടി അവസാനിക്കുകയില്ല. രാജ്യം മുഴുവനും നശിക്കും. ഇനിയും എത്രയോ ദുരന്തങ്ങൾ തീർച്ചയായും സംഭവിക്കും. ഞാൻ നിന്റെ അപേക്ഷ സ്വീകരിച്ച് അതനുസരിച്ച് വാഗ്ദത്തം ചെയ്താലും ഭരതൻ കിരീടധാരണത്തിന് സമ്മതിക്കുമെന്ന് നമുക്കെപ്പോഴെങ്കിലും വിശ്വസിക്കാമോ? ഭരതൻ ശരിക്കും ധർമാവലംബിയാണ്, ബുദ്ധിമാനാണ്, ആർജവത്തിൻ്റെ മാതൃകയാണ്. അവൻ രാമനെ വനത്തിലേക്ക് അയക്കാനോ അനന്തരാവകാശിയാകാനോ സമ്മതിക്കുകയില്ല. അവൻ മാത്രമല്ല, മന്ത്രിമാർ, രാജസ്തുതി പാടകന്മാർ, സാമന്ത രാജാക്കന്മാർ, സഖ്യശക്തികൾ, മഹർഷിമാർ, സാധാരണക്കാർ, നാഗരികന്മാർ, ഇവർ ഓരോരുത്തരും നിന്റെ ആഗ്രഹത്തെ എതിർക്കും. ഇത്രയും അധികം ആളുകൾ അസന്തുഷ്ടരാകുമ്പോൾ നിനക്കെങ്ങനെ സന്തുഷ്ടയാകാൻ കഴിയും? നീ ഉത്തരവാദിയാകുന്ന ഈ അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് വൈകുന്നേരം നടന്ന പൗരം മഹായോഗത്തിൽ രാമന് യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള തീരുമാനം ഞാൻ അറിയിച്ചു. ഗുരുജനങ്ങളും മഹർഷിമാരും അത് അംഗീകരിച്ചു. അവരുടെ തീരുമാനം
തീരുമാനം ഏകകണ്ഠമായിരുന്നു. ആ തീരുമാനത്തിനെതിരായി ഞാൻ പ്രവർത്തിച്ചാൽ പടക്കളത്തിൽ നിന്നും ശത്രുവിനെ കണ്ട് പേടിച്ച് പിറകോട്ടോടേണ്ടി വന്ന ഒരു ഭീരുവിനെ പോലെ കരുതപ്പെടും. അഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഉത്സവത്തെപ്പറ്റി എല്ലാവരും അറിയിച്ചു കഴിഞ്ഞു. ജനങ്ങൾ നഗരം അലങ്കരിച്ചൊരുക്കാൻ ആരംഭിച്ചിരിക്കുന്നു. പ്രതീക്ഷിതമായ ആനന്ദത്തിൽ പ്രശോഭിച്ചുകൊണ്ടുള്ള മുഖവുമായി സന്തുഷ്ടമായ പുരുഷാരം വീതികളിലെല്ലാം നിറഞ്ഞു. ഈ ഘട്ടത്തിൽ ഞാൻ രാമനെ കാട്ടിലേക്ക് അയച്ചാൽ ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ പരിഹസിക്കയില്ലേ? എന്ത്, ഈ മനുഷ്യൻ 3 അധ്യായങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. പട്ടാഭിഷേകം, രാജ്യഭരണം, നാടുകടത്തൽ, ഇതെല്ലാം ഒരൊറ്റ രാത്രിയിൽ ജനങ്ങളുടെ സമ്മേളനത്തിൽ വച്ച് ഞാൻ ചെയ്ത പരസ്യമായ പ്രഖ്യാപനത്തിൻ്റെ ശേഷം എൻ്റെ ഈ പ്രവർത്തനം ഏത് രീതിയിൽ വിശദീകരിച്ചു കൊടുക്കാനാണ് എനിക്ക് കഴിയുക? തങ്ങളുടെ രാജാവ് ഇങ്ങനെയൊരു മഹാവിഡ്ഢിയാണെന്ന് തോന്നി ജനങ്ങൾ എത്ര കഠിനമായി എന്നിൽ കുറ്റാരോപണം നടത്തും. ഞാൻ ഇത്രയും കാലം അവരെ ഭരിച്ചിട്ട് ധർമ്മത്തെ സ്ഥിരമായി അവലംബിക്കുന്ന ആൾ എന്നും ഉത്കൃഷ്ട ഗുണങ്ങളുടെ മൂർത്തിമദ്ഭാവമാണെന്നും ശൂരനും ധീരനും മഹാപരാക്രമിയുമായ മഹാവീരനും എന്നുള്ള പ്രശംസ അവരിൽ നിന്നും നേടിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത്രയും തരം താണ സ്വഭാവത്തിലേക്ക് നിബന്ധിച്ച ഒരു വിഡ്ഢി എന്ന് പരിഹസിക്കപ്പെടുന്ന ആ അപമാനം എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? താൻ അവളുടെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ തൻ്റെ സൽപ്പേരിനും നിഷ്കളങ്ക യശസ്സിനും കഠിനമായി ഉണ്ടാവുന്ന ആഘാതത്തെ അനുസ്മരിച്ചുകൊണ്ട് ദശരഥൻ വികാരനിർഭരമായ സ്വരത്തിൽ സംസാരിച്ചു. പക്ഷേ കൈകേയി ഒരു സംഹാര രാക്ഷസിയായി രൂപാന്തരം പ്രാപിച്ചിരുന്നു. ദശരഥൻ്റെ വാദഗതികളെ ചപ്പുചവറാണെന്ന നിലയിൽ തൂത്തുവാരിക്കളഞ്ഞു. അവയ്ക്ക് ഒരു നാണയത്തിൻ്റെ വില പോലും അവൾ കൽപ്പിച്ചില്ല. അവൾ ഒതുങ്ങാനോ പിടി അയക്കാനോ കൂട്ടാക്കിയില്ല. അതിനു പകരം കൈകേയി തൻ്റെ പിടി ഓരോ നിമിഷവും മുറുക്കി. അവളുടെ അത്യാഗ്രഹം കൂടുതൽ ശക്തിമത്തായി. മഹാരാജാവിൻ്റെ അഭ്യർത്ഥനകൾക്ക് നേരെ വിപരീതമായി അവൾ സംസാരിച്ചു. അദ്ദേഹം പിന്മാറുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പ്രതിജ്ഞയെപ്പറ്റി മാത്രം അവൾ സംസാരിച്ചു. അതുകൊണ്ട് ദശരഥൻ പറഞ്ഞു, കൈകേയി, രാമൻ കാട്ടിലേക്ക് പോകുകയെന്നത് സംഭവിക്കുകയാണെങ്കിൽ ഒരു നിമിഷത്തേക്ക് പോലും എനിക്ക് പിന്നെ ജീവിക്കാൻ കഴിയുകയില്ല. കൗസല്യയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ല. ആ നിമിഷത്തിൽ തന്നെ അവൾ അവസാന ശ്വാസം വലിക്കും. സീതയോ, അവൾക്ക് മാരകമായ ക്ഷോഭമുണ്ടാകും. രാമനിൽ നിന്നും വിട്ട് നിമിഷം പോലും ജീവിക്കുവാൻ അവൾക്ക് സാധിക്കുകയില്ല. ജനങ്ങൾ ഇതെല്ലാം സമചിത്തതയോടെ നോക്കിക്കാണുമോ? ജ്ഞാനത്തിൻ്റെ ഉത്തമ മാതൃകയും മഹാവീരനുമായ രാമൻ വനത്തിലേക്ക് നാട് കടത്തപ്പെടുമ്പോൾ ലക്ഷ്മണനെ അനങ്ങാതിരിക്കാൻ കഴിയുമോ? എന്തിനധികം പറയുന്നു, അടുത്ത നിമിഷം ലക്ഷ്മണൻ ദേഹത്യാഗം ചെയ്യും. ഇതാണ് നഗ്നമായ യാഥാർത്ഥ്യം. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് ഇത്ര ആകസ്മിക വിപത്തുകളും അത്യാഹിതങ്ങളും സഹിക്കേണ്ടി വരും. ഈ ദുരന്തങ്ങളുടെ ശ്രേണിയെപ്പറ്റി നീ ബോധവതിയാണല്ലോ. പക്ഷേ തുറന്ന കണ്ണുകളോടെ ഒരു വിധവയുടെ ഭാഗം നേടുവാൻ വേണ്ടി നീ എന്താണ് ഇങ്ങനെ പരിശ്രമിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ദുഷ്ടേ, ദുരാത്മാവേ, ഞാൻ നിന്റെ ചന്തം കൊണ്ട് വഞ്ചിക്കപ്പെട്ടു. ഒരു സ്വർണം വാളാൽ ആകൃഷ്ടനായിരിക്കെ അതേ വാളുകൊണ്ട് സ്വന്തം കഴുത്തു വെട്ടുന്നത് പോലെയായിരുന്നു അത്. വിഷം കലർത്തിയതറിയാതെ ഞാനൊരു കപ്പ് പാൽ കുടിച്ചുപോയി. പല സുഖകരമായ സൂത്രങ്ങളും കൊണ്ട് നീ എന്നെ ചതിച്ചു. ഒടുവിൽ എൻ്റെ വംശത്തെ തന്നെ മണ്ണിലേക്ക് കൊണ്ടുപോകാൻ നീ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഓ നാണക്കേട്, ഞാനൊരു വിഡ്ഢിയാണ്. ശാസ്ത്രോക്തമായ ഒരു യാഗം അനുഷ്ഠിച്ചതിൻ്റെ ശേഷം എനിക്ക് പുത്രൻ ലഭിച്ചു. ഈശ്വര കാരുണ്യമാണ് അവന് എനിക്ക് തന്നത്. അങ്ങനെയുള്ള ഇവൻ്റെ ഭാഗ്യവും ഭാവിയും ഒരു സ്ത്രീ എനിക്ക് തന്നെ കാശിന് കൊള്ളാത്ത സന്തോഷത്തിനു വേണ്ടി മാനക്കച്ചവടം ചെയ്താലോ ഇത് ദശരഥ ചക്രവർത്തിക്ക് യോജിച്ചതാണോ? എൻ്റെ രാജ്യത്തിലെ ഏറ്റവും ഹീനമായ പട്ടിയും കൂടി പരിഹാസത്തിനാൽ എൻ്റെ നേരെ കല്ലെറിയുകയില്ലേ? കഷ്ടം ഇതാണോ അവസാന നാളുകളിൽ ദശരഥൻ്റെ വിധി? എൻ്റെ സ്വന്തം കഴുത്തിൽ ഞാനൊരു സാധനം കെട്ടി. അത് എന്നെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന കയറാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇത്രയും കാലം പരസ്പരം ആശ്ലേഷത്തിൽ കഴിഞ്ഞതും വിനോദിച്ചതും മരണദേവതയും ഒന്നിച്ചായിരുന്നുവെന്ന് ഞാൻ ഒരിക്കലും നനച്ചിരുന്നില്ല. നിന്റെ പദ്ധതിയെപ്പറ്റി കേട്ടാൽ ഭരതന് വെറുപ്പാകും. നീ അവൻ്റെ അമ്മയാണെന്ന വസ്തുത പോലും അവൻ മനഃപൂർവ്വം അവഗണിക്കും. നിന്ദ്യമായി നിന്നോട് പെരുമാറുകയും ചെയ്യും. അതിതീവ്രമായ നടപടിക്കും ഞാൻ തയ്യാറായിരിക്കും. രാമൻ അവൻ്റെ ജീവനാണ്. അവൻ്റെ പഞ്ചപ്രാണവായുക്കളും രാമൻ തന്നെയാണ്. നിന്റെ ഈ അരുമയായ ആഗ്രഹം പരാജയപ്പെടുന്നതിനായി
പരാജയപ്പെടുത്തുന്നതിനായി അവൻ എന്തെങ്കിലും ചെയ്തേക്കും. ഒന്നു പറഞ്ഞാൽ മതി, ഭരതൻ കാട്ടിൽ പോയേക്കും. രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തേക്കും. അവൻ ഇത്തരത്തിൽ നന്മയും ആർജവും ഉള്ളവനാണ്. ഞാൻ നിന്റെ കുടിലമായ ബുദ്ധിയെപ്പറ്റി അത്ഭുതപ്പെടുകയാണ്. വൈകല്യമുള്ള നിന്റെ ബുദ്ധിക്ക് ഭരതൻ്റെ മനസ്സിനെ സംബന്ധിച്ച് യാതൊന്നും അറിയുകയില്ല. കൈകേയി ദുഷ്ടമായ പദ്ധതികൾ ആത്മനശീകരണത്തിൻ്റെ മുന്നോടികളാണ് എന്ന് ബഹുക്തി ഓർമ്മിച്ചോളൂ. നിന്റെ നാശത്തിൻ്റെ ഭാവി സൂചന തന്നുകൊണ്ട് ഈ പദ്ധതി നിന്റെ തലയിൽ കടന്നത് ഒരിക്കലും തുടച്ചു മാറ്റാൻ സാധിക്കാത്ത കളങ്കമാണ്. നീ ഷാഗു രാജവംശത്തിൻ്റെ സൽപ്പേരിൽ വരുത്തുന്നത് നീ അനേകം പേരെ ദുഃഖത്തിൻ്റെ അമേയമായ അഗാധതയിലേക്ക് തള്ളി വീഴ്ത്തുകയാണ്. നീ അവരുടെ അവസാനം വരുത്തുകയാണ്. ഈ അതിക്രൂരമായ ആഗ്രഹത്തിനു വേണ്ടി ഇത്രയും ആളുകളുടെ ജീവനെ ദ്രോഹിക്കുവാൻ കഴിയുമോ? ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്തൊരു സുഖമാണ് നിനക്ക് ലഭിക്കുക? ലക്ഷ്യം സാധിച്ചാൽ തന്നെ നിനക്കത് ആനന്ദകരമായിരിക്കുമോ? നിനക്ക് അങ്ങനെ വിളിക്കാൻ കഴിയുമോ? നിനക്ക് അങ്ങനെ വിളിക്കാൻ കഴിയുമോ? ഹാ, ലജ്ജാവഹം! അന്യൻ്റെ ദുഃഖത്തിൽ അമിതമായ ആഹ്ലാദം കൊള്ളുന്നവർ വാസ്തവത്തിൽ ഏറ്റവും കറുത്തിരുണ്ട വർണ്ണമുള്ള പാപികളാണ്, രാക്ഷസീയമായ രക്തമുള്ളവരാണ്. അന്യർക്ക് ആനന്ദമുണ്ടാകാൻ പരിശ്രമിക്കുന്നവർ, മറ്റുള്ളവർ സുഖികളും സന്തുഷ്ടരും ആവണമെന്നാഗ്രഹിക്കുന്നവർ, അവർ പുണ്യാത്മാക്കളാണ്. നീയൊരു രാജ്ഞിയാണ്. നീയൊരു രാജകുടുംബത്തിൽ പിറന്ന രാജകുമാരിയാണ്. പ്രാഥമികമായ ഈ സത്യത്തിൻ്റെ ബോധം പോലും നിനക്കില്ല. നീ രാജകീയ രക്തത്തിന് അപമാനമാണ്. ഒരു അവസാന വാക്ക്: രാമൻ എൻ്റെ സ്വന്തം ജീവനാണ്. അവനെ കൂടാതെ എനിക്ക് ജീവിതത്തോട് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല തന്നെ. അവൻ നിന്നെ നിരാശപ്പെടുത്തുകയില്ല. അതുകൊണ്ട് എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ കൊണ്ട് ഞാൻ കാട്ടിൽ പോകാൻ കൽപ്പിക്കുകയാണെങ്കിലും എൻ്റെ സത്യത്തെയും നിൻ്റെ ആഗ്രഹത്തെയും പറ്റി കേട്ടാൽ എൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി അവൻ സ്വയം തന്നെ അവിടേക്ക് പോയേക്കും. അവൻ ബാധിക്കുകയില്ല, താമസിക്കുകയുമില്ല. ആ സംഭവത്തെ സംബന്ധിച്ച വാർത്ത അറിഞ്ഞ ഉടനെ ഞാൻ അവസാന ശ്വാസം വലിക്കും. ലക്ഷ്മണനും സീതയും കൗസല്യയും ഒരുപക്ഷെ രാമനെ അനുഗമിക്കും. രാമനിൽ നിന്നും വിട്ട് കൗസല്യയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. രാമൻ്റെ കാലടിപ്പാടുകൾ കൂടിയല്ലാതെ ലക്ഷ്മണൻ നടക്കുകയില്ല. ഊർമിളയും ലക്ഷ്മണൻ്റെ കൂടെ കാട്ടിൽ പോയേക്കും. ഇങ്ങനെ ഇവിടെ ആരും ഉണ്ടായിരിക്കുകയില്ല. ഈ ശരീരത്തിൻ്റെ ശേഷക്രിയ ചെയ്യാൻ കേകേയ രാജ്യത്ത് നിന്നും ഭരതശത്രുക്കന്മാരെ ഇവിടെ കിട്ടാൻ ദിവസങ്ങൾ പിടിക്കും. ഇതുവരെ ഈ ശരീരം ശേഷക്രിയയെ സംബന്ധിച്ച് ചടങ്ങുകളൊന്നുമില്ലാതെ കിടക്കേണ്ടി വരും. ഒരു പക്ഷേ ദുഷ്ടതയുടെ ഇത്രയും അധപ്പതിച്ച നിലയ്ക്ക് താണുകൊണ്ട് ജനങ്ങൾക്ക് എനിക്കെതിരായി തിരിഞ്ഞ് എൻ്റെ ജഡം വേണ്ട വിധം ഭംഗിയായി മറവു ചെയ്യാൻ അർഹതയില്ലാത്തതിനാൽ കാക്കകൾക്കും കഴുകന്മാർക്കും ആഹാരമായി എറിഞ്ഞു കൊടുക്കാൻ വിധിച്ചേക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷേ എൻ്റെ പ്രജകൾ ഭരതൻ്റെ ആഗമനം വരെ ജഡം ഏതെങ്കിലും മാർഗത്തിൽ സുരക്ഷിതമായി സൂക്ഷിച്ച് കാത്തു നിന്നേക്കാം. ഭരതൻ ഒരിക്കലും സിംഹാസനം സ്വീകരിക്കാനോ രാജാവാകാനോ സമ്മതിക്കുകയില്ല. ആ പരിസ്ഥിതിയിൽ ഈ ശരീരം തൊടാനോ ശവസംസ്കാര കർമ്മങ്ങൾ ചെയ്യാനോ അവന് അവകാശമുണ്ടാവുകയില്ല. വരൂ, ചുരുങ്ങിയത് അവനെക്കൊണ്ട് എൻ്റെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യിക്കാമെന്ന് പറയൂ, അദ്ദേഹം അപേക്ഷിച്ചു. അദ്ദേഹം തുടർന്നു: നീ അതിന് തീർച്ചയായും തയ്യാറായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനാൽ എന്നോട് അങ്ങനെ പ്രതിജ്ഞ ചെയ്തു. കാരണം ഒരു വിധവയ്ക്ക് കിട്ടാവുന്ന ആനന്ദത്തിനു വേണ്ടിയാണല്ലോ നീ ശ്രമിക്കുന്നത്. നീ എന്താണ് ആശിക്കുന്നത്? ഹേ ദുഷ്ടയായ അണലിപ്പാമ്പേ, ഒടുവിൽ നീ രാക്ഷസിയായി മാറിയിരിക്കുകയാണ്. നീ അടിയിൽ നിന്ന് മണ്ണ് മാന്തിക്കളഞ്ഞ് രാജവംശമായ ഈ രഘുകുലത്തെ കുഴിച്ചിടുകയാണോ? നിന്റെ അടിസ്ഥാന പ്രകൃതിയുടെ മേലോട്ടുള്ള ഇരച്ചുകയറ്റമാണോ ഇത്? അല്ലെങ്കിൽ ഈ അസാധാരണ മാർഗത്തിൽ നിന്റെ ഇച്ഛയ്ക്കെതിരായി പ്രവർത്തിക്കാൻ ഒരു ഷാവിനെ പോലെ നിന്റെ ചിന്തകളെ പിന്തുടർന്ന് നടപടികൾ സൂക്ഷിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നിഗൂഢമായ വല്ല ദിവ്യ വഴിയുമാണോ ഇത്? ആ രഹസ്യം നിർണ്ണയിക്കുക. എൻ്റെ ശക്തിക്ക് അതീതമാണ്. അല്ലെങ്കിൽ ഏതോ ദിവ്യമായ ഒരു നിഗൂഢ ശക്തി നിൻ്റെ ചിന്തകളെ ഇത്രമേൽ സ്വാധീനിച്ച് നിൻ്റെ ഇച്ഛയ്ക്ക് വിപരീതമായി ഇത്തരമൊരു അസാധാരണ രീതിയിൽ പ്രവർത്തിപ്പിക്കുകയായിരിക്കുമോ? ദശരഥൻ മനസ്സിൽ ഇങ്ങനെ കഠിന വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാത്രി 3-ാം യാമത്തിലേക്ക് കടന്നു. ഏതോ മാരകമായ വ്യാധിയുടെ ഫലമായുണ്ടായ തീവ്രവേദന അനുഭവിക്കുന്ന മനുഷ്യനെ പോലെ അദ്ദേഹം ഞരങ്ങി. അദ്ദേഹം പ്രാണവേദനയുടെ ചുരുളുകളിൽ പെട്ടുപോയി. ദശരഥൻ
കൈകേയിയുടെ സ്നേഹം നേടാനും രാമൻ്റെ അഭിഷേക കാര്യം അവളെ കൊണ്ട് സ്വീകരിപ്പിക്കാനും അങ്ങേയറ്റം ശ്രമിച്ചു. അദ്ദേഹം തേൻമൊഴികളാൽ അവളെ സ്തുതിക്കാൻ തുടങ്ങി. രാജ്ഞി, നീ ശുഭത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും മൂർത്തിമദ്ഭാവമാണ്. എൻ്റെ ശ്വാസം പോലെ ഞാൻ ഇതുവരെ നിന്നോട് പെരുമാറി. നീ എൻ്റെ ഹൃദയമാണ്. ഞാനെന്ന പോലെ എന്നെ രക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തു. വരൂ, നമുക്കിങ്ങനെയുള്ള ജീവിതകാലം നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അപവാദങ്ങൾക്ക് ഇട കൊടുത്തുകൂടാ. നമ്മൾ സമാധാനപൂർണമായി സുഖവും സന്തോഷവും ഉള്ളവരാവുക. ഓ മനോഹരിയായ രാജകുമാരി, ഞാൻ ഇനി അധികകാലമൊന്നും ജീവിക്കുകയില്ല. എൻ്റെ ജീവിതകാലത്തുടനീളം ഞാൻ സത്യത്തെ അചഞ്ചലമായി അവലംബിക്കുന്ന ആളെന്ന പ്രശസ്തി നേടിയിട്ടുണ്ട്. അതുകാരണം സർവരും എന്നെ ആദരിച്ചു. മഹായോഗത്തിൽ ഞാൻ നാളെ രാമന് യുവരാജാവായി അഭിഷേകം ചെയ്യുമെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. ആ കർമ്മം നാളെ നടന്നില്ലെങ്കിൽ എൻ്റെ പ്രജകൾ എന്നെ എത്രമാത്രം നിന്ദിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. അവർ എന്നെ എത്രമാത്രം അപമാനിക്കും എന്ന് ചിന്തിക്കൂ. നീ അന്ന് ദേവാസുര യുദ്ധം നടന്നിരുന്ന ആ ദിവസം എന്നെ രക്ഷിച്ചു. ഇപ്പോൾ അതിനേക്കാളും ഭീകരമായ സംഭവം എന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ നീ എന്നെ ഉപേക്ഷിക്കുകയാണോ? ഇത് ന്യായമല്ല, ശരിയുമല്ല. ശരി, ഈ രാജ്യം മുഴുവനും സ്ത്രീധനമായി ഞാൻ നിനക്ക് തരാം. നീ തന്നെ നാളെ രാമൻ്റെ അഭിഷേകം നടത്തൂ. നീ അങ്ങനെ ചെയ്യുമെങ്കിൽ ഭരതനും വളരെ സന്തുഷ്ടനാകും. അവൻ മാത്രമല്ല, മന്ത്രിമാർ, മഹർഷിമാർ, ഗുരുജനങ്ങൾ, പണ്ഡിതന്മാർ, സാധാരണ പൗരന്മാർ, എന്തിനാ ജനങ്ങൾ മുഴുവനും അതിനുവേണ്ടി നിന്നെ വിലമതിക്കുകയും അഭിനന്ദിക്കുകയും നിന്നോട് കൃതജ്ഞത പ്രദർശിപ്പിക്കുകയും ചെയ്യും. നിന്റെ കീർത്തി ഈ ഭൂമിയിൽ ആ ചന്ദ്രതാര നിലനിൽക്കും. നേരെ മറിച്ച് നീ രാമാഭിഷേകത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ മുഴുവൻ ലോകവും നിന്നെ ശാസിക്കുകയും കുറ്റക്കാരി എന്ന് വിളിക്കുകയും ചെയ്യും. നിന്റെ പുത്രൻ പോലും നിന്നെ കുറ്റം പറയും. നീയുമായി ശണ്ട കൂടുകയും ചെയ്യും. നിന്റെ ക്രൂരമായ വിചിത്ര ഭാവന നിനക്ക് നാശം വരുത്തും. കൂടാതെ ഈ രാജവംശത്തെ തന്നെ നാണക്കേടിന് മുക്കിക്കളയുകയും ചെയ്യും. നാട്ടിലേറ്റവും എളിയവർ പോലും നിന്റെ നേരെ വലിച്ചെറിയുന്ന കഷ്ടം എന്ന നാണം കെട്ട ആക്ഷേപത്തിന് നീ ശരവ്യമായി തീരും. ഇക്കാര്യം പര്യാലോചിക്കൂ. അനശ്വരമായ യശസ്സ് സമ്പാദിക്കൂ. അഭിഷേകം തടയാനുള്ള തന്ത്രം നിർത്തൂ. നാളെ രാമനെ നീ നിന്റെ കൈകൊണ്ട് തന്നെ അഭിഷേകം ചെയ്തു. മഹാമനസ്കതയോടുകൂടിയ ഈ പ്രവർത്തനത്തിൽ നിന്ന് അവൾക്കുണ്ടാകുന്ന ആനന്ദത്തെ കലാകുശലതയോടെ കോർത്തിണക്കപ്പെട്ട മധുരവും വശീകരണ സമർത്ഥവുമായ സമുചിത പദങ്ങളിൽ ദശരഥൻ വർണ്ണിച്ചു. അവൾ തന്ന അനന്തരാവകാശിയെ കിരീടധാരണം ചെയ്യിക്കുക എന്ന പ്രത്യാശയിൽ കൂടി അവളെ അതിഹർഷത്തിൽ പരവശപ്പെടുത്താം എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ കൈകേയി അദ്ദേഹത്തിന് വഴങ്ങിയില്ല. അവർ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ വാക്കുകൾ കേവലം അസാധാരണവും അർത്ഥശൂന്യവുമായി എനിക്ക് തോന്നുന്നു. അന്ന് ചെയ്ത സത്യത്തിൻ്റെയും പിന്നോക്കം പോകാനാണ് അങ്ങ് ശ്രമിക്കുന്നത്. അങ്ങയുടെ പാപത്തിനൊരു ആവരണമായി അങ്ങ് മനം കവരുന്ന നൂലിഴകളാണ് നൽകുന്നത്. ഇല്ല, ഈ ദൃശ്യങ്ങളായ 1000 സൂത്രങ്ങൾ എൻ്റെ നിലപാട് മാറ്റുവാൻ പ്രേരകമാവുന്നതല്ല. അങ്ങ് തന്നെ എന്നോട് ആവശ്യപ്പെടൂ. എനിക്ക് ആഗ്രഹമുള്ള വരങ്ങൾ ചോദിക്കൂ, ഞാൻ അനുവദിക്കാം എന്നിട്ടിപ്പോൾ ആ പ്രതിജ്ഞ പാലിക്കുന്നതിന് പകരം അങ്ങ് പ്രദർശിപ്പിക്കുന്നത് ദീർഘശ്വാസങ്ങളുടെയും ഞരക്കങ്ങളുടെയും വിശേഷപ്പെട്ട ഒരു കലയാണ്. ഇത് അങ്ങേക്ക് യോജിച്ചതല്ല. അങ്ങയുടെ പ്രവർത്തനം കൊണ്ട് അങ്ങയിൽ തന്നെ പേരും മാന്യതയും നശിപ്പിക്കുകയാണ്. ധർമ്മത്തിൻ്റെ ആചാര്യന്മാരായവർ പറഞ്ഞിട്ടുള്ളത് ഓർക്കുക, ധർമ്മം എന്നും കാക്കപ്പെടണം. ഞാനും ധർമ്മത്തിൻ്റെ അതേ സത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രതിജ്ഞപ്രകാരമുള്ള വരങ്ങൾ ആവശ്യപ്പെടുന്നത്. ധർമ്മത്തെ അവലംബിക്കുന്ന ഒരാൾക്ക് യോജിച്ച മാതിരി അങ്ങ് സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, അവ നൽകപ്പെടും. എന്നിട്ടും ഞാൻ അങ്ങയെ അധർമ്മത്തിലേക്ക് തള്ളുവിടുകയാണെന്നും അക്ഷന്തവ്യമായ ഒരു മഹാപാപം ചെയ്യാനാണ് ഒരുങ്ങിയിരിക്കുന്നതെന്നും അങ്ങേക്ക് അനശ്വരമായ ദുഷ്കീർത്തി വരുത്തുകയാണ് എന്നും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മറ്റുമുള്ള ആരോപണങ്ങൾ എൻ്റെ പേരിൽ ഉന്നയിക്കുവാൻ അങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും അനുചിതമാണ്. ഇത് തീരെ ന്യായീകരിക്കത്തക്കതുമല്ല. ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയാണ് ഞാൻ. ഭൂതമോ ഭാവിയോ ഒന്നും ചിന്തിക്കാതെ അങ്ങ് ഗൗരവപൂർണമായ ഒരു പ്രതിജ്ഞ ചെയ്തു. ആ പ്രതിജ്ഞ പ്രായോഗികതയിലേക്ക് വരുത്തേണ്ട ഘട്ടത്തിൽ അങ്ങ് പെട്ടെന്ന് കുഴപ്പത്തിലാവുന്നു. നിരാശ കൊണ്ട്
സാഹസികനാകുന്നു. കുറ്റം അങ്ങയുടേതാണ്, എൻ്റെയല്ല. പ്രതിജ്ഞ ചെയ്യുകയും എന്നാൽ അതുപ്രകാരം പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നവർ കൊടും പാപികളാണ്. പ്രതിജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കൂ. അപ്പോൾ അങ്ങ് നിലനിർത്തിയ സത്യം തന്നെ അതുമായി ബന്ധപ്പെട്ട പാപമുണ്ടെങ്കിൽ അതിനെ കഴുകിക്കളയും. അങ്ങ് ഓർക്കുന്നില്ലേ, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പ്രാവിനെ പിന്തുടർന്ന കഴുകനോട് ചെയ്ത വാഗ്ദത്തം പരിപാലിക്കുന്നതിനായി ആ കഴുകന് ഭക്ഷണമായി ശിബി ചക്രവർത്തി തൻ്റെ ശരീരത്തിൽ നിന്നും മാംസം അരിഞ്ഞരിഞ്ഞ് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ അലാർക്ക ചക്രവർത്തി തന്നോട് എന്തു ചോദിക്കുന്നുവോ അത് ദാനം ചെയ്യുന്നതിനായി വാഗ്ദത്തം ചെയ്തു. അതുല്യ ഗാംഭീര്യമുള്ള ആളായിരുന്നു അദ്ദേഹം. വാക്കു പാലിക്കുന്നതിനു വേണ്ടി ഒരു ബ്രാഹ്മണന് തൻ്റെ 2 കണ്ണും ചൂഴ്ന്നെടുത്ത് കൊടുക്കുകയുണ്ടായി. സമുദ്രത്തെ നോക്കൂ, അത് സരിത് പതിയാണ്. എന്നിട്ടും പ്രതിജ്ഞയാൽ ബന്ധിതനായി അത് തീരപ്രദേശങ്ങളെ അതിക്രമിക്കാതെ അവയ്ക്കിടയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. എന്തിനാണ് 1000 ഉദാഹരണങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത്? എല്ലാ വസ്തുതകൾക്കും എല്ലാ മനുഷ്യർക്കും സത്യമാണ് ഏറ്റവും ഉന്നതമായ പ്രമാണം, ഏറ്റവും ഉന്നതമായ ആദർശവും അതുതന്നെ. സത്യം ബ്രഹ്മമാണ്, സത്യമാണ് ആദ്യമായ ശബ്ദം, അത് ധർമ്മമാണ്. സത്യം മാത്രമാണ് ഒരു മാറ്റത്തിനും വിധേയമാവാത്തതും ന്യൂനീകരണം ഇല്ലാത്തതും. ഭവാദശന്മാരായ ചക്രവർത്തിമാർ നശ്വര വസ്തുക്കൾക്ക് വേണ്ടി അനശ്വര വസ്തുക്കൾ കൈവിട്ട് കളയരുത്. അങ്ങ് ചെയ്ത വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. എന്നിട്ട് എന്നും നിലനിൽക്കുന്ന യശസ്സും പ്രഭാവവും സുരക്ഷിതമാക്കുക. അതാണ് നിർവഹിക്കേണ്ട ശരിയായ കാര്യം. മകനോടുള്ള മായികമായ ബന്ധത്തിനോ സ്ത്രീകൾക്കു വേണ്ടിയുള്ള വഞ്ചനാപരമായ സഹാനുഭൂതിക്കോ വഴങ്ങാതിരിക്കുക. രാഷ്ട്രീയമായ ആദർശത്തിൻ്റെയും രാജകീയമായ ബാധ്യതകളുടെയും ശാസനങ്ങളെ തള്ളിക്കളയാതിരിക്കുക. ഉദ്ധരിക്കാൻ സാധ്യമല്ലാത്ത അവമതി കൊണ്ട് ഇക്ഷ്വാകു വംശത്തെ കളങ്കപ്പെടുത്തരുത്. മറ്റു പദ്ധതികളൊന്നും ആവിഷ്കരിക്കേണ്ട. രാമനെ വിളിച്ച് കാട്ടിൽ പോകാൻ പറയുക. ഭരതനെ ഇവിടെ വരുത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. ബന്ധപ്പെട്ട മന്ത്രിയോട് വിളംബമ്പിന് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുക. നോക്കൂ, പൂർവാകാശം പ്രകാശിച്ചു തുടങ്ങുന്നു. ആ 2 വരങ്ങളും പ്രഭാതമാവുന്നതിന് മുമ്പേ എനിക്ക് ലഭിക്കണം. എത്ര ദീർഘമായി അങ്ങ് വാദിച്ചാലും ഈ 2 വരത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഞാൻ തൃപ്തിയാവുകയില്ല. പ്രത്യുത അങ്ങ് വജ്രം പോലെ കഠിനായി രാമൻ്റെ അഭിഷേകം പൂർത്തീകരിക്കുന്നുവെങ്കിൽ ജനനിബിഡമായ ആ മഹാസദസ്സിന് മുമ്പാകെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഉറച്ചിരിക്കുകയാണ്. ഇതെൻ്റെ പ്രതിജ്ഞയാണ്. ഇത് നടക്കുകയും ചെയ്യും. കൈകൈ അമർഷം കൊള്ളുന്നതും ആണയിടുന്നതും ക്രുദ്ധനായി ഭയങ്കരയാകുന്നതും ദശരഥൻ വീക്ഷിച്ചു. ഉള്ളിൽ നിന്നും ഉയർന്ന ക്രോധം പ്രദർശിപ്പിക്കാനോ അത് അടക്കി നിർത്തുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 3 അടി സ്ഥലം വാമന് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത് ബലി ചക്രവർത്തിയെപ്പോലെയായി അദ്ദേഹം. മഹാബലിക്ക് പ്രതിജ്ഞ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥ നേരിട്ടു. കാരണം വാമനൻ ആദ്യത്തെ അടികൊണ്ട് ഭൂമിയും 2ാമത്തെ അടികൊണ്ട് ആകാശവും അളന്നിട്ട് തനിക്ക് ദാനം ചെയ്തത് 3ാമത്തെ അടി അളക്കാനുള്ള സ്ഥലം ആവശ്യപ്പെട്ടു. ദശരഥൻ ധർമ്മ നിയമങ്ങൾ തെറ്റി നടന്നാൽ വന്നു ചേരുന്ന ശാപത്തെ ഏറ്റവും ഭയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സംശയം കൊണ്ട് നിരാശ കൊണ്ട് മന്ദമായി. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഭാരം കൂടി. അദ്ദേഹം നിന്നേടത്ത് നിന്ന് നിലം പതിച്ചു. അവസാനം അല്പം ധൈര്യം സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹേ പാപിഷ്ടേ, രാമൻ്റെ അഭിഷേകം തടഞ്ഞാൽ എൻ്റെ മരണം നിശ്ചയമാണ്. അതിനുശേഷം വിധവയായി സ്വേച്ഛ പോലെ നിനക്ക് ഈ രാജ്യം ഭരിക്കാം. ഈ അതിക്രമത്തിൽ തൻ്റെ ക്രോധം പ്രകടിപ്പിച്ചുകൊണ്ട് ദശരഥൻ ആക്രോശിച്ചു. കഷ്ടം രാമ, എൻ്റെ സ്വന്തം സമ്മതത്തോടുകൂടി നിന്നെ കാട്ടിലേക്ക് അയക്കേണ്ടി വരിക എന്ന സ്ഥിതി വന്നു. ഇല്ല, ഞാൻ നിന്നെ അയക്കുകയില്ല. അതിനേക്കാൾ കൂടുതൽ ഉചിതമായി ഞാൻ ചെയ്യുക എൻ്റെ ജീവൻ ത്യജിക്കുകയാണ്. നിന്നിൽ നിന്നും വിട്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. ഓ ദുഷ്ടയായ രാക്ഷസി, എൻ്റെ കോമളനും ആർദ്രഹൃദയനുമായ രാമനെ വൃക്ഷനിബിഡവും അന്ധകാരമയവുമായ കാട്ടിലേക്ക് അയക്കാനുള്ള പദ്ധതി പരിഗണിക്കാൻ നിന്റെ ഹൃദയത്തിന് എങ്ങനെ കഴിഞ്ഞു? ഓ ഭയങ്കരിയായ ചണ്ഡി, നീയൊരു ഭീഷണ സത്വമായി തീർന്നിരിക്കുന്നു. ഇതോടുകൂടി ദശരഥൻ മൂർച്ഛിച്ചു വീണു. ഉടനെ ബോധം നശിക്കുകയും ചെയ്തു. പ്രകാശിച്ചു കൊണ്ടിരുന്ന പ്രഭാതത്തിലേക്ക് രാത്രി ഉരുകി ഇല്ലാതാവുകയായിരുന്നു. രാജധാനിയിലെ കവാടത്തിൽ 9 സംഗീതോപകരണങ്ങൾ ആനന്ദത്തിൻ്റെ ദിനത്തെ വിളിച്ചറിയിച്ചു. പാതകളിൽ പനിനീർ വർഷം ആരംഭിച്ചു. സുഗന്ധം കൊണ്ടും ഉത്സവ ശബ്ദം കൊണ്ടും വായു കനത്തിരുന്നു. അന്തരീക്ഷത്തിൽ പ്രതീക്ഷയുടെയും ഉന്മേഷത്തിൻ്റെയും ചൈതന്യം അലയടിച്ചിരുന്നു. ആ ദിവസത്തിൽ ആധിപത്യത്തിനുള്ള നക്ഷത്രമെന്ന നിലയിൽ പുഷ്യ നക്ഷത്രം ഉദിച്ചുയർന്നു.
വസിഷ്ഠ മഹർഷിയും ശിഷ്യന്മാരും പ്രഭാത സ്നാനം ചെയ്യുന്നതിനായി സരയൂ നദിയിൽ പോയി. അഭിഷേക പ്രക്ഷാളനത്തിന് ആവശ്യമായ പവിത്രജലവുമായി മടങ്ങി. അഭിഷേകത്തിന് ശേഖരിച്ചിരുന്ന പുണ്യവസ്തുക്കൾ കാണുന്നതിനായി പൗരജനങ്ങൾ ഒന്നിച്ചുകൂടി. നിന്നിരുന്ന വീതിയിൽ കൂടി അദ്ദേഹം നടന്നു. കൊട്ടാരം കാവൽക്കാർ മഹർഷിക്കും ശിഷ്യന്മാർക്കും വഴിയുണ്ടാക്കി കൊടുത്തു. ഒടുവിൽ അവർ അതിവിശിഷ്ടമായി അലങ്കൃതമായ പ്രധാന കവാടത്തിൽ കൂടി രാജധാനിയിലേക്ക് പ്രവേശിച്ചു. അത്രയും രാവിലെ തന്നെ രാജധാനിയിലുള്ള തുറന്ന സ്ഥലങ്ങൾ പുരോഹിതന്മാർ, സാമന്ത രാജാക്കന്മാർ, ജനപ്രതിനിധികൾ, ഗുരുജനങ്ങൾ എന്നിവരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. തങ്ങൾക്കായി നീക്കിവയ്ക്കപ്പെട്ട ഇരിപ്പിടങ്ങൾ ചെയ്തു. രാജവീതിയിൽ പണ്ഡിതന്മാർ നടന്നുകൊണ്ട് ചൊല്ലിയിരുന്ന വേദസൂക്തങ്ങളുടെ ശബ്ദം ആകാശത്തിൽ പ്രതിധ്വനിച്ചു. ഇതിനിടയിൽ വസിഷ്ഠൻ മന്ത്രിമാരെ മാടി വിളിച്ചു പറഞ്ഞു, പോകൂ, അഭിഷേകത്തിനായി തീർച്ചപ്പെടുത്തിയ ശുഭമുഹൂർത്തം അടുത്തു വരുന്നു. പ്രാരംഭമായി പല കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതുണ്ട്. ചെന്ന് മഹാരാജാവിനെ അറിയിക്കൂ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്ന്. വൃദ്ധനും വിശ്വസ്തരുമായ സുമന്ത്രർക്ക് രാജധാനിയിലെ ഏത് അന്തർഗൃഹങ്ങളിലേക്കും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ചക്രവർത്തി അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം കൈകേയിയുടെ കൊട്ടാരത്തിലേക്കാണ് പോയത്. രാജകീയമായ ശയനങ്ങളിലുണ്ടായിരുന്ന തളത്തിലേക്ക് സുമന്ത്രൻ നടന്നപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ചക്രവർത്തി നിലത്ത് വീണ് കിടക്കുന്നു. അദ്ദേഹം അത്ഭുത സ്തബ്ധനായി. തൻ്റെ ദൃഷ്ടികൾ ശരിയാണോ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് നിലപ്പുറയ്ക്കാതെയായി. രാജാവിൻ്റെ സമീപം ചെന്ന് പറഞ്ഞു, രാജാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ചന്ദ്രോദയത്തിൽ കടന്നതുപോലെ ഹർഷോന്മാദം കൊള്ളേണ്ടിയിരുന്ന ആളായിട്ടാണ് കാണേണ്ടത്. അങ്ങ് ഇങ്ങനെ തളർന്നു കിടക്കുന്നതിൻ്റെ കാരണം എന്താണ്? അഭിഷേക മുഹൂർത്തം ആസന്നമായിരിക്കുന്നു. മഹർഷിമാർ അവരുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനായി അങ്ങേയും പ്രതീക്ഷിച്ചുകൊണ്ട് ആഘോഷശാലയിൽ ഇരിക്കുകയാണ്. വേഗം എഴുന്നേൽക്കൂ. രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് രാജാതിരാജ പ്രഭാവം ദ്യോതിപ്പിക്കും വിധം രാജ്ഞിമാരോടൊപ്പം ഈ ആഘോഷശാലയിലേക്ക് ആഗമിച്ചാലും വസിഷ്ഠ മഹർഷിയാണ് എന്നെ ഇവിടേക്ക് അയച്ചത്, അങ്ങയെ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് ആനയിക്കാൻ കൽപ്പിച്ചത്. മന്ത്രിയുടെ ചോദ്യം കേട്ട ദശരഥന് ദുഃഖം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉച്ചത്തിൽ വെച്ചു. കരച്ചുകൾക്കിടയിൽ സുമന്ത്രരോട് ഇങ്ങനെ പറഞ്ഞു, സുമന്ത്രരെ, നിങ്ങളുടെ മുഖസ്തുതി എൻ്റെ ഹൃദയത്തെ പിളർക്കുന്നു. സുമന്ത്രർക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാനോ ഒരടി പിന്നോട്ട് പോകാനോ കഴിഞ്ഞില്ല. മന്ത്രി നിന്നേടത്ത് തന്നെ നിശ്ചലം നിന്നുപോയി. അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് അന്വേഷിച്ചു, മഹാരാജാവേ, എന്തു സംഭവിച്ചു? ആനന്ദത്താൽ നിമഗ്നനാകേണ്ട ഈ ഘട്ടത്തിൽ ഈ സങ്കടം എന്തിന്? ഈ ദയനീയമായ വിലാപത്തിൻ്റെ കാരണമെന്ത്? എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. സുമന്ത്രർ വ്യസനത്തിലാണ്ട് നിരാശനായി നിൽക്കുന്നത് കണ്ടപ്പോൾ കൈകേയി ഇടപെട്ടു. ഓ മന്ത്രി സത്തമ, ചക്രവർത്തി രാമനെ സംബന്ധിച്ച ഉത്കണ്ഠ മൂലം രാത്രി മുഴുവനും നിർനിദ്രനായിട്ടാണ് കഴിച്ചുകൂട്ടിയത്. പെട്ടെന്ന് പോയി രാമനെ താങ്കളോടൊപ്പം ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ ഈ രഹസ്യം വെളിപ്പെടും. ഞാനത് താങ്കളെ അറിയിക്കുകയാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്. രാമനെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ. ചക്രവർത്തിനിയുടെ ആജ്ഞ എന്ന നിലയ്ക്ക് കൈകേയിയുടെ നിർദ്ദേശം കേട്ട് സുമന്ത്രർ അതിവേഗം രാമൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിൻ്റെ പ്രവേശനദ്വാരത്തിന് ഇരുവശവും ആശ്രിതന്മാരെയും പരിചാരകന്മാരെയും നീണ്ട നിരകൾ കാണപ്പെട്ടു. കസവുപട്ട, ആഭരണങ്ങൾ, രത്നങ്ങൾ, മാലകൾ, പൂച്ചെണ്ടുകൾ, സുഗന്ധവസ്തുക്കൾ, മധുരപലഹാരങ്ങൾ എന്നിവ വലിയ താലങ്ങളിലാക്കി അവർ അവിടെ കൊണ്ടുപോവുകയായിരുന്നു. അത് കണ്ണിനിമ്പമുള്ള കാഴ്ചയായിരുന്നു. പക്ഷേ സുമന്ത്രർ അതിലൊന്നും കണ്ണോടിച്ചതേയില്ല. അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ ഈ ഉത്സവ കർമ്മങ്ങളിലെല്ലാം എന്തോ വിലപ്പെട്ട വസ്തുവിൻ്റെ അഭാവം ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആകുലനും ഇതികർത്തവ്യമൂഢനുമായി. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആനന്ദം ദുഃഖത്തിലാണ്ടുപോയി. രാമൻ്റെ കൊട്ടാരത്തിലേക്ക് രഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നഗരവീഥികൾ നിറഞ്ഞു കവിഞ്ഞിരുന്ന നൂറായിരക്കണക്കിന് രാജഭക്തന്മാരായ പ്രജകൾ അഭിഷേക കർമ്മം നടക്കുന്നതിനായി രാമനെ അഭിഷേകശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനാണ് മന്ത്രി പോകുന്നതെന്ന് പരസ്പരം അഭിപ്രായപ്പെടുന്നത് സുമന്ത്രയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആനന്ദപൂർണമായ പ്രതീക്ഷയിൽ അവരുടെ മുഖം വികസിക്കുന്നത് അദ്ദേഹം കണ്ടു. അവർ കഴിഞ്ഞ രാത്രി കൺപോള കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങിപ്പോയാൽ തങ്ങൾക്ക് ആനന്ദത്തിനാസ്പദമായ വല്ല സംഭവങ്ങളോ മറ്റ് രംഗങ്ങളോ കാണാൻ സാധിച്ചില്ലെങ്കിലോ സുമന്ത്രർ രാജകുമാരൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. ആ 7 നില മാളികയുടെ ഏതു ഭാഗത്തേക്കും ചോദ്യം ചെയ്യപ്പെടാതെ നേരെ കടന്നു ചെല്ലാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വെള്ളപ്പൊക്കമുള്ള ഒരു നദിയിലെ ആഴങ്ങളിലേക്ക് നിശബ്ദമായി മുങ്ങി സഞ്ചരിക്കുന്ന ഒരു മത്സ്യത്തെ പോലെ സുമന്ത്രർ ആ കൊട്ടാരത്തിലെ ഇടനാഴികളിലും ഹാളുകളിലും അനായാസം നിശബ്ദനായി നീങ്ങി. സായിറാം.